ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 40 ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ 40 ചോദ്യങ്ങളും ഒറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. അതായത് 2020 നടന്ന കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയിൽ ചോദിച്ച 40 ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ അടക്കം പറയുന്നുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷ് കുറെ പേർക്കൊക്കെ പാടാണ്. ഇപ്പൊ ഇംഗ്ലീഷ് ഈസി ആക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും പഠിക്കുക തന്നെയാണ്. അപ്പം കുറെ ക്വസ്റ്റ്യൻസ് ഒരു 5-6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു ട്രിക്ക് മനസ്സിലാവും. ഈ ഒരു ട്രിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കിട്ടും, ഇതിങ്ങനെ വരൂ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ കൂടുതലും ഇംഗ്ലീഷ് വീക്കായിട്ടുള്ള ആൾക്കാർ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും 40 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യത്തെ ചോദ്യം, ഒരു പാസേജ് തന്നിട്ടുണ്ട്. ആ പാസേജ് വായിച്ചിട്ട് അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിന്റെ ഉത്തരം കണ്ടെത്തുക. പാസേജ് നോക്കാം. No one knows exactly where or when cricket began, but it is most likely that it began as a children's game in England and was played only by children for many centuries. It is believed that the game was invented by children who belonged to the farming families of southeast England. They would play in grass clearing or grass grazed by sheep. A mated lump of sheep's wool or even a stone or lump of wood would be used as ball. A stick or some other farm tool would serve as the bat, and a gate or tree stump would be used for the wicket. Earliest written reference to the game was in 1598, where it was called cricket. In the 17th century, it slowly became a village game and adults began to take part in it. Today, cricket is one of the most popular sports of the world and is played and watched by millions. അപ്പോൾ ക്രിക്കറ്റിന്റെ ഒരു ഉത്ഭവത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാസേജ് വായിച്ചു, നമുക്ക് ചോദ്യം നോക്കാം ഓരോന്നായിട്ട്. Where did the game cricket begin? അപ്പോൾ ക്രിക്കറ്റ് എവിടെ നിന്നാണ് ആരംഭിച്ചത് എന്നാണ് പറയുന്നത്. ഇവിടെ തന്നിട്ടുണ്ട്, ഇറ്റ് ബിഗാൻ ആസ് എ ചിൽഡ്രൻസ് ഗെയിം ഇൻ ഇംഗ്ലണ്ട്. ഉത്തരം ഏതാണ്? ഇംഗ്ലണ്ട് ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ ഈ പാസേജ് വായിച്ചിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് 2 രീതിയിൽ ഉത്തരത്തിലേക്ക് എത്താം. ഒന്നെങ്കിൽ നിങ്ങൾ ഈ പാസേജ് ഫുള്ള് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അത് പാസേജിൽ ഉണ്ടോ എന്ന് നോക്കി അങ്ങനെ എത്താം. ഓക്കെ, അപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റുന്നത്? എനിക്ക് ഒന്നുകൂടി എളുപ്പമായിട്ട് തോന്നുന്നത് പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യനിലേക്ക് എത്താം. അപ്പം നമ്മൾ ഒരിടത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. തിരിച്ച് പറ്റുന്ന ആൾക്കാരുണ്ട്, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് എടുത്തിട്ട് ഉത്തരം പാസേജിൽ നിന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ഓക്കെ, അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് എ വൺ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ഈറ്റ് ഗ്രാസ് ഇൻ എ ഫീൽഡ്. ഈറ്റ് ഗ്രാസ് ഇൻ എ ഫീൽഡ്, ഇതിന്റെ വൺ വേർഡ് ഗ്രേസ് ആണ്. ഗ്രേസ്. ഈറ്റ് ഗ്രാസ് ഇൻ എ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഗ്രേസ്. വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് ഇൻവെന്റ്? ഇൻവെന്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇമിറ്റേറ്റ് ആണ്. ഇൻവെന്റിന്റെ ഓപ്പോസിറ്റ് എന്താ? ഇമിറ്റേറ്റ്. ഇൻവെന്റ് എന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക, ഇമിറ്റേറ്റ് എന്ന് വെച്ചാൽ അനുകരിക്കുക എന്നാണ് മീനിങ്. അനുകരിക്കുക. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ഏർലിയസ്റ്റ് റിട്ടൺ റെഫറൻസ് ടു ദ ഗെയിം ക്രിക്കറ്റ്? ക്രിക്കറ്റ് എന്നുള്ളത് നേരത്തെ പണ്ടുകാലത്ത് റെഫർ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? ക്രിക്കറ്റ് എന്നായിരുന്നു. ക്രിക്കറ്റ്. പിക്ക് ഔട്ട് ദ പ്രസന്റ് ഫോം ഓഫ് ദ വെർബ് ബിഗാൻ. ബിഗാനിന്റെ പ്രസന്റ് ഫോം ഏതാണ്? ബിഗിൻ ആണ്. അപ്പോൾ ബിഗാന്റെ V1 എന്ന് പറയുന്നത് എന്താണ്? ബിഗിൻ ആണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഈ 5 ചോദ്യങ്ങളാണ് തന്നിരുന്നത്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 66ഉം 67ഉം എഡിറ്റ് ദ സെന്റൻസസ്. അപ്പോൾ സെന്റൻസിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സെന്റൻസ് എന്ന് പറയുന്നത്, എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെൻ ഈസ് വെയിറ്റിംഗ് ഇൻ എ ക്യൂ ഔട്ട്സൈഡ് ദ ബേക്കറി. എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് കഴിഞ്ഞിട്ട് പ്ലൂറൽ ഫോമും പ്ലൂറൽ നൗണും സിംഗുലാർ വെർബും ആണ് ചേർക്കേണ്ടത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ എ ഗ്രൂപ്പ് ഓഫ് മെൻ ഈസ് വെയിറ്റിംഗ് തന്നെയാണ് ഉത്തരം, അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെൻ ഈസ് വെയിറ്റിംഗ് ഇൻ എ ക്യൂ ഔട്ട്സൈഡ് ദ ബേക്കറി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, വിമൻ കുക്സ് ഫുഡ് ഇൻ ദെയർ കിച്ചൺ. വിമൻ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്.
അപ്പോൾ പ്ലൂറൽ വെർബാണ് വേണ്ടത്. കുക്സ് എന്ന് പറയുന്നത് സിംഗുലാർ വെർബാണ്. അപ്പൊ ഏതാ ഉത്തരം? കുക്കാണ് വരേണ്ടത്. കുക്സ് അല്ല, കുക്കാണ് വരേണ്ടത്. അടുത്തത് പങ്ക്ച്വേറ്റ് ദ സെന്റൻസ്. ഇപ്പൊ ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്, ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി. അപ്പൊ ഇതില് കറക്റ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ക്യാപിറ്റൽ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുക, പങ്ക്ച്വേഷൻ മാർക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുക. എങ്ങനെയാ ഉത്തരം വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇന്ത്യ ഒരു രാജ്യത്തിന്റെ പേരാണ്, കൂടാതെ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. അപ്പൊ ഐ ക്യാപിറ്റൽ ലെറ്ററിലാണ് വേണ്ടത്. ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി. അടുത്ത ചോദ്യം, ഐ വോണ്ട് ടു ഡാഷ് ദ പ്രൈം മിനിസ്റ്റർ ടുഡേ. ഐ വോണ്ട് ടു മീറ്റ്, ഇന്ന് മീറ്റ് ചെയ്യണം, ഇന്ന് എന്ത് ചെയ്യണം? പ്രൈം മിനിസ്റ്ററിനെ കാണണം എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഐ വോണ്ട് ടു മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ ടുഡേ ആണ് വരുന്നത്. മെറ്റ് വരത്തില്ല. മെറ്റ് എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. ഈസ് മീറ്റിംഗ് പ്രസന്റ് കണ്ടിന്യൂസ്. ഐ വോണ്ട് ടു ഈസ് മീറ്റിംഗ്, അത് തന്നെ തെറ്റാ അല്ലേ? പിന്നെ മീറ്റ്സ് വരത്തില്ല. മീറ്റ്സ് എന്ന് പറയുന്നത് സിംഗുലാർ വെർബ് ആണ്. ഐ എന്ന് പറയുന്ന പ്ലൂറൽ സബ്ജക്റ്റ് അല്ലേ? അപ്പോ ഐയുടെ കൂടെ എന്താണ്? മീറ്റ് ആണ് ചേർക്കേണ്ടത്. ഓക്കെ. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദ സെന്റൻസസ്. ആദ്യത്തെ ചോദ്യം ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഇറ്റ് വിൽ ഹാം അവർ ചിൽഡ്രൻ ഡാഷ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗിൽ ആദ്യം നോക്കേണ്ടത് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. ഇവിടെ സെന്റൻസ് പോസിറ്റീവ് ആണ്. ഇറ്റ് വിൽ ഹാം അവർ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് സെന്റൻസ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് സെന്റൻസ് ആകുമ്പോൾ ടാഗ് മസ്റ്റ് ബി നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് ടാഗ് വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്, ബിയും ഡിയും. ഇവിടുന്ന് ഓക്സിലറി വെർബ് കണ്ടുപിടിക്കുക. സെന്റൻസിലെ ഓക്സിലറി വെർബ് വിൽ ആണ്. അപ്പോൾ വില്ലിനെ നമ്മൾ നെഗറ്റീവിലേക്ക് ആക്കുമ്പോൾ വോണ്ട് എന്ന് വരും. സബ്ജക്ട് ഇറ്റ് അല്ലേ? അപ്പോൾ വോണ്ട് ഇറ്റ് ആണ് ആൻസർ. വോണ്ട് ഇറ്റ്. ഇറ്റ് വിൽ ഹാം അവർ ചിൽഡ്രൻ. വോണ്ട് ഇറ്റ്. ഓക്കെ. അടുത്ത ചോദ്യം, യു ലുക്ക് വെരി ടയേർഡ്. യു ഹാഡ് ബെറ്റർ ഡാഷ്. ഹാഡ് ബെറ്ററിന് ശേഷം ബെയർ ഇൻഫിനിറ്റീവ് ആണ് ചേർക്കാനുള്ളത്, അതായത് ടു ചേർക്കാൻ പാടില്ല. അപ്പോ യു ലുക്ക് വെരി ടയേർഡ്, യു ഹാഡ് ബെറ്റർ ടേക്ക് റെസ്റ്റ് ആണ്. യു ഹാഡ് ബെറ്റർ ടേക്ക് റെസ്റ്റ്. ടുക്ക് റെസ്റ്റ് അല്ല, ടേക്ക് റെസ്റ്റ് ആണ് വരാനുള്ളത്. ഓക്കെ. അടുത്ത ചോദ്യം, ഇഫ് യു ഇൻവൈറ്റ് മീ ഡാഷ്. കണ്ടീഷണൽ ക്ലോസിൽ ആദ്യത്തെ കണ്ടീഷൻ, അതായത് ഇഫ് ക്ലോസിൽ V1 വന്നാൽ, സിമ്പിൾ പ്രസന്റ് ടെൻസ് വന്നാൽ, മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 അല്ലെങ്കിൽ ഷാൽ പ്ലസ് V1, ക്യാൻ പ്ലസ് V1 അല്ലെങ്കിൽ മേ പ്ലസ് V1 ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ ഉത്തരത്തിൽ ഏതാ ഉള്ളത്? ഓപ്ഷൻ എ, ഐ വിൽ കം. വിൽ പ്ലസ് V1, വിൽ കം. അപ്പൊ ഇഫ് യു ഇൻവൈറ്റ് മീ, ഐ വിൽ കം ആണ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം, യു വിൽ ബി സിക്ക് അൺലെസ് യു ഡാഷ്. യു വിൽ ബി സിക്ക് അൺലെസ് യു സ്റ്റോപ്പ് സ്മോക്കിംഗ് ആണ്. അൺലെസ് 2-3 കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ഇതിലെ ആദ്യത്തെ ഇവർ തന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അൺലെസ് പ്ലസ് പ്രസന്റ് ടെൻസ് ആ. അതായത് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് യു വിൽ ബി സിക്ക് ഇഫ് യു ഡോണ്ട് സ്റ്റോപ്പ് സ്മോക്കിംഗ്. നിങ്ങൾ പുകവലി നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് അസുഖം വരും, നിങ്ങൾ അസുഖബാധിതനാവും എന്നുള്ളതാണ്. അപ്പൊ യു വിൽ ബി സിക്ക് എന്ന് പറയുന്ന ഒരു പ്രസന്റ് കണ്ടീഷൻ പോലെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് നമ്മൾ മാറ്റുന്നത്? യു വിൽ ബി സിക്ക് അൺലെസ് യു സ്റ്റോപ്പ് സ്മോക്കിംഗ് ആണ്. അതായത് അൺലെസ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചേർക്കുക? പ്രസന്റ് ടെൻസ് വേണം ചേർക്കാൻ. ഓക്കെ. ഇനി വേറൊരു കണ്ടീഷൻ ഉണ്ട്, അതായത് അൺലെസ് കഴിഞ്ഞിട്ട് പാസ്റ്റ് ടെൻസ് വരുന്ന കണ്ടീഷൻ. അതായത് അൺലെസ് ഹി വാസ് വെരി ഇൽ ഹി വുഡ് ബി അറ്റ് വർക്ക്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ സെന്റൻസ് എന്തായിരിക്കണം? പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. അൺലെസ് ഹി വാസ് ഇൽ. ഓക്കെ. ഇനി പാസ്റ്റ് പെർഫെക്റ്റിൽ വരും, അതായത് വുഡ് നോട്ട് ഹാവ് സൈൻഡ് അല്ലെങ്കിൽ വുഡ് നോട്ട് ഹാവ് ഫോൺഡ്. അതെന്ന് പറയുന്ന പാസ്റ്റ് പെർഫെക്റ്റിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും പ്രസന്റ് ടെൻസ് ആയിട്ടാണ്. അൺലെസ് കഴിഞ്ഞിട്ട് പ്രസന്റ് ടെൻസ് വരുന്ന രീതിയിലാണ്. അപ്പൊ യു വിൽ ബി സിക്ക് അൺലെസ് യു സ്റ്റോപ്പ് സ്മോക്കിംഗ്. ഓക്കെ. അടുത്ത ചോദ്യം, യു ആർ ഡ്രൈവിംഗ് മീ നട്ട്സ് മീൻസ്. യു ആർ ഡ്രൈവിംഗ് മീ നട്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? യു മേക്ക് മീ ക്രേസി എന്നാണ്. യു ആർ ഡ്രൈവിംഗ് മീ നട്ട്സ് എന്ന് വെച്ചാൽ യു മേക്ക് മീ ക്രേസി. യു മേക്ക് മീ ക്രേസി. ഫീൽ ബ്ലൂ എന്ന് വെച്ചാൽ എന്താണ്? ഫീൽ ബ്ലൂ എന്ന് വെച്ചാൽ ഫീൽ സാഡ് ആണ്. ഫീൽ ബ്ലൂ എന്ന ഇഡിയത്തിന്റെ അർത്ഥം എന്താ? ഫീൽ സാഡ്. യു ആർ ഡ്രൈവിംഗ് മീ നട്ട്സ് എന്ന ഇഡിയത്തിന്റെ അർത്ഥം യു മേക്ക് മീ ക്രേസി എന്നതാണ്. അടുത്ത ചോദ്യം, ഒരു സെന്റൻസ് ജംബിൾഡ് ഓർഡറിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, അതിനെ കറക്റ്റ് ഒരു സെന്റൻസ് ആയിട്ട് ഫ്രെയിം ചെയ്യാനാണ്.
ബ്ലാക്ക് ഷീ ലവ്ലി ഈസ് വുമൺ ബ്രിട്ടീഷ് എ. ഇതെങ്ങനെയാ കറക്റ്റ് ആക്കുന്നത്? ഷീ ഈസ് എ ലവ്ലി ബ്ലാക്ക് ബ്രിട്ടീഷ് വുമൺ. ഷീ ഈസ് എ ലവ്ലി. അപ്പൊ ഈ വുമണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ചേർത്തു, അതിനെയും വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ചേർത്തു. അപ്പൊ ഷീ ഈസ് എ ലവ്ലി ബ്ലാക്ക് ബ്രിട്ടീഷ് വുമൺ. അതാണ് ആൻസർ. അടുത്ത അവോയ്ഡ് ആൻഡ് പ്ലാസ്റ്റിക് സേവ് എർത്ത് അവർ പ്ലീസ്. പ്ലീസിൽ വേണം എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ പ്ലീസ് അവോയ്ഡ് പ്ലാസ്റ്റിക് ആൻഡ് സേവ് അവർ എർത്ത്. പ്ലീസ് അവോയ്ഡ്, അതൊരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ പ്ലീസ് അവോയ്ഡ് പ്ലാസ്റ്റിക് ആൻഡ് സേവ് അവർ എർത്ത് ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഐ വിൽ മീറ്റ് യു ഡാഷ് 10 AM. ഐ വിൽ മീറ്റ് യു അറ്റ് 10 AM. ടൈം പറയാനാണെങ്കിൽ at 10 AM ആണ്. We always reading newspaper dash the morning. In the morning. അപ്പോൾ മോർണിംഗിന് ഫ്രണ്ടിൽ, ദ മോർണിംഗിന് ഫ്രണ്ടിൽ ഇൻ, അതായത് പ്രഭാതത്തിൽ. വി ഓൾവേസ് റീഡിങ് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ് ആണ്. അമേരിക്ക ഈസ് ഡാഷ് റിച്ചസ്റ്റ് കൺട്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് റിച്ചസ്റ്റ്. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ എന്താ ചേർക്കേണ്ടത്? ദായാണ് ചേർക്കേണ്ടത്. അമേരിക്ക ഈസ് ദ റിച്ചസ്റ്റ് കൺട്രി. ശ്രീലങ്ക ഈസ് ഡാഷ് ഐലൻഡ്. ശ്രീലങ്ക ഒരു ദ്വീപാണ്. അപ്പൊ ഐലൻഡ് എന്ന് പറയുമ്പം ഐ എന്ന് പറയുന്ന സ്വരാക്ഷരമാണ്, അതുകൊണ്ട് ആൻ ആണ് ആർട്ടിക്കിള് ചേർക്കാനുള്ളത്. ആൻ ഐലൻഡ്. അടുത്ത ചോദ്യം, യൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം. വെൻ ഐ ഫിനിഷ്ഡ് ദ എക്സാം ദ ട്രെയിൻ ഡാഷ്. അപ്പോ പാസ്റ്റിൽ നടന്ന രണ്ട് ആക്ഷൻ ആണ്. ആദ്യം നടന്ന ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലും വേണം എഴുതാൻ വേണ്ടി. അപ്പോൾ വെൻ ഐ ഫിനിഷ്ഡ് ദ എക്സാം, ഞാൻ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൻ പൊക്കഴിഞ്ഞിരുന്നു. അപ്പം ഹാഡ് ലെഫ്റ്റ്. ആദ്യം നടന്നത് ട്രെയിൻ പോയതാണ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഹാഡ് ലെഫ്റ്റ്. രണ്ടാമത് നടന്നത് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞതാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഐ ഡാഷ് ഇംഗ്ലീഷ് ഫോർ 10 years. I have been studying English for 10 years. Present perfect continuous ആണ്. For 10 years എന്ന് പറയുന്ന ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. I എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് have been, have ആണ് യൂസ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, the earth dash around the sun. The earth rotates ആണ്. earth എന്ന് പറയുന്നത് സിംഗുലാർ നൗൺ ആണ്, അതുകൊണ്ട് സിംഗുലർ വെബ് യൂസ് ചെയ്യണം. റൊട്ടേറ്റ്സ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ. അതുകൊണ്ട് ഈസ് റൊട്ടേറ്റിംഗ് വരത്തില്ല, റൊട്ടേറ്റിംഗ് വരത്തില്ല. റൊട്ടേറ്റ് എന്ന് പറയുന്നത് പ്ലൂറൽ നൗണിന്റെ കൂടെയാണ് ചേർക്കാനുള്ളത്. ദ എർത്ത് എന്ന് പറയുന്ന ഒറ്റൊരെണ്ണല്ലേ ഉള്ളൂ, സിംഗുലർ ആണ്, റൊട്ടേറ്റ്സ്. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് സ്യൂട്ടബിൾ റിലേറ്റീവ് പ്രോനൗൺസ്. റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഐ നോ ദ മാൻ ഡാഷ് ഇനാഗ്രേറ്റഡ് ദ ഫംഗ്ഷൻ. അപ്പൊ എനിക്ക് ആ ഫംഗ്ഷൻ ഇനാഗ്രേറ്റ് ചെയ്ത ആളെ അറിയാം. അപ്പൊ ഐ നോ ദ മാൻ ഹൂ, ആരാണോ അയാൾ, ഹൂ ഇനാഗ്രേറ്റഡ് ദ ഫംഗ്ഷൻ. ഹി നോസ് ദ സബ്ജക്ട് ഡാഷ് വെരി ഡിഫിക്കൽട്ട്. സബ്ജക്ട് എന്ന് പറയുന്നത് ഒരു തിങ് ആണ്, അതിനെ പറ്റി പറയുമ്പോൾ വിച്ച്. അപ്പോൾ ഹി നോസ് ദ സബ്ജക്ട് വിച്ച് ഈസ് വെരി ഡിഫിക്കൽട്ട്, വിച്ച് ഈസ് വെരി ഡിഫിക്കൽട്ട്. അത് കണ്ടീഷണൽ ക്ലോസ് ആണ്. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ ഐ ഡാഷ്. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ്, മൂന്നാമത്തെ കണ്ടീഷൻ ആണ്. ഹാഡ് പ്ലസ് V3. ഹാഡ് പ്ലസ് V3 വന്നാൽ, ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3, കുഡ് ഹാവ് പ്ലസ് V3, ഷുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഐ വുഡ് ഹാവ് കം ആണ്. ഓക്കെ. അപ്പോൾ ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഹാവ് കം. അടുത്ത ചോദ്യം, ഫ്രേസൽ വെർബ്. അണ്ടർലൈൻ വേർഡ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്രേസൽ വെർബ് കൊടുക്കാനാണ്. ദ ഓൾഡ് മാൻ മെറ്റ് ഹിസ് എനിമി യെസ്റ്റർഡേ. അപ്പോൾ മെറ്റ് എന്നുള്ള അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് ഏതാണ്? കെയിം എക്രോസ് ആണ്. കെയിം എക്രോസ് എന്ന് പറയുമ്പോൾ മീറ്റ് ബൈ ചാൻസ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ കെയിം എക്രോസ്, മെറ്റ്. ദ ടീച്ചർ കുഡ് നോട്ട് ടോളറേറ്റ് ദ ഡിസ്റ്റർബിംഗ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സ്റ്റുഡൻറ്. ടോളറേറ്റ് എന്നുള്ള മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ആണ് പുട്ടപ്പ് വിത്ത്. ടോളറേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പുട്ടപ്പ് വിത്ത്. ദ സ്ട്രേഞ്ചർ വോർ ഹിസ് ഷർട്ട് ആൻഡ് സ്റ്റാർട്ടഡ് ഹിസ് ജേർണി. വോർ എന്ന മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ഏതാ? പുട്ടോൺ. പുട്ടോൺ ആണ് വോർ, അതായത് വിയർ. പുട്ടപ്പ് വിത്ത്, ടോളറേറ്റ്, കെയിം അക്രോസ്, മീറ്റ് അല്ലെങ്കിൽ മെറ്റ്.
ഇനി പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. മൊസ്കിറ്റോയുടെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? ഓപ്ഷൻ എ ആണ്. MOSQUITO ആണ് മൊസ്കിറ്റോ. അനോണിമസ്. അനോണിമസ് എന്ന് കറക്റ്റ് ആയിട്ട് എഴുതുന്ന ഓപ്ഷൻ ബി ANONYMOUS. ANONYMOUS ആണ് അനോണിമസ്. കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. COMPETITION ആണ് കോമ്പറ്റീഷൻ. ഇത് പാസീവ് വോയിസിലേക്ക് ആക്കാനാണ്. മിസ്റ്റർ ജോൺ മെയ്ഡ് ദ കേജ്. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള സെന്റൻസ് ആണ്. മെയ്ഡ് V2. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ പാസീവ് വോയിസിലേക്ക് ആക്കാൻ വാസ് ഓർ വെയർ പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. പാസീവ് വോയിസ് ആകുമ്പോൾ ഒബ്ജക്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ദ കേജ്. ദ കേജ് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണ്. അപ്പോൾ സിംഗുലർ ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ദ കേജ് വാസ്. അപ്പോൾ സിംഗുലർ ആകുമ്പോൾ വാസ് ആണ് ചേർക്കേണ്ടത്. വാസ് മെയ്ഡ് ബൈ മിസ്റ്റർ ജോൺ. ഈസ് അല്ല, സിമ്പിൾ പാസ്റ്റിൽ വാസ് ഓർ വെയർ ആണ് വരേണ്ടത്. അതുകൊണ്ട് ഈസ്, ഇത് രണ്ടും തെറ്റാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഹി ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി. ഹി ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി. തന്നിരിക്കുന്ന സെന്റൻസ് ഈസ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ബീങ് പ്ലസ് V3 ആണ് ചേർക്കേണ്ടത്. തന്നിരിക്കുന്ന സെന്റൻസിലെ ഒബ്ജക്റ്റ് എ സ്റ്റോറി ആണ്. പാസീവ് വോയിസിൽ ഒബ്ജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എ സ്റ്റോറി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയിട്ട് വരും. എ സ്റ്റോറി എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഈസ് യൂസ് ചെയ്തു. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. എ സ്റ്റോറി ഈസ് ബീങ് റിട്ടൺ ബൈ ഹിം. The story is being written by him. ഇത് റിപ്പോർട്ട് ചെയ്യാനാണ്. റീഡ് ദ ഡയലോഗ്സ് ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസസ്. മിസ്റ്റർ സ്റ്റീഫൻ പറഞ്ഞു വാട്ട് ഡിഡ് യു ഡു. അപ്പൊ മിസ്റ്റർ രാജു പറഞ്ഞു ഐ ഗേവ് എ കംപ്ലൈന്റ് ടു ദ പോലീസ്. അപ്പൊ മിസ്റ്റർ സ്റ്റീഫൻ ആസ്ക്ഡ് മിസ്റ്റർ രാജ്. മിസ്റ്റർ സ്റ്റീഫൻ രാജിനോട് എന്താ ചോദിച്ചത്? വാട്ട് ഡിഡ് യു ഡു. അപ്പൊ ഇവിടെ കണക്റ്റീവ് വേർഡ് എന്ന് പറയുന്നത് വാട്ട് തന്നെയാണ്. വാട്ട് എടുത്തു. ഡിഡ് യു ഡു എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് അല്ലേ. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് വേണം വരാൻ. അപ്പോൾ വാട്ട് കഴിഞ്ഞ് സബ്ജക്റ്റ് എഴുതുക യു. യു എന്ന് പറയുന്ന രാജാണല്ലോ. അപ്പോൾ ഹി വരണം. ഹി ഹാഡ് ഡൺ. ഹി ഹാഡ് ഡൺ. ഇത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്കിന്റെ ആവശ്യമില്ല. ഓക്കെ, അത് ഇവിടെ ഇട്ടിട്ടുണ്ട്, ഇതിന്റെ ആവശ്യമില്ല. അപ്പോൾ മിസ്റ്റർ സ്റ്റീഫൻ ആസ്ക്ഡ് മിസ്റ്റർ രാജ് വാട്ട് ഹി ഹാഡ് ഡൺ ആണ് ആൻസർ. മിസ്റ്റർ രാജ് ഇതിന് എന്താ റിപ്ലൈ കൊടുത്തത്? ഐ ഗേവ് എ കംപ്ലൈന്റ് ടു ദ പോലീസ്. അപ്പോൾ മിസ്റ്റർ രാജ് റിപ്ലൈഡ് ദാറ്റ് ഹി. ഐ എന്നുള്ളത് ഹി ആയിട്ട് മാറും. ഗേവ് എന്ന് പറയുന്നത് എന്താണ്? V2 ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ്. ഹാഡ് ഗിവൺ വരും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. മിസ്റ്റർ രാജ് റിപ്ലൈഡ് ദാറ്റ് ഹി ഹാഡ് ഗിവൺ എ കംപ്ലൈന്റ് ടു ദ പോലീസ്. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ വൺ വേർഡ് ഓഫ് ദ ഫ്രേസ് ഈസി ടു റീഡ്. ഈസി ടു റീഡിന്റെ വൺ വേർഡ് എന്ന് പറയുന്നത് ലെജിബിൾ ആണ്. ലെജിബിൾ. അടുത്ത ചോദ്യം. ദ പീകോക്ക് ഡാൻസസ് ഗ്രേസ്ഫുള്ളി. പിക്ക് ഔട്ട് ദ അഡ്ജക്റ്റീവ്. ഇവിടെ അഡ്ജക്റ്റീവ് വിശേഷണം എന്നുള്ള മീനിങ്ങിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ഗ്രേസ്ഫുള്ളി ആണ് ഉത്തരം. അത് ആഡ്വേർബ് ആയിട്ടാണ് വരുന്നത്. കാരണം ഡാൻസസിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, വേർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. എന്നാലും കൊടുത്ത ഉത്തരം ഗ്രേസ്ഫുള്ളി തന്നെയാണ്. അടുത്ത ചോദ്യം. ദ സ്റ്റുഡൻസ് ഡാഷ് ഫൗണ്ട് ടു ബി ഫ്രീ. ഫില്ലിംഗ് ദ ബ്ലാങ്ക് വിത്ത് കറക്റ്റ് ഫോം ഓഫ് ബി. അപ്പൊ ബിയുടെ കറക്റ്റ് ഫോം ഇവിടെ ഏതാ യൂസ് ചെയ്യേണ്ടത്? ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. പ്ലൂറൽ ആവുമ്പോൾ വേർ ആണ് യൂസ് ചെയ്യേണ്ടത്. ദ സ്റ്റുഡൻസ് വേർ ഫൗണ്ട് ടു ബി ഫ്രീ. ദ സ്റ്റുഡൻസ് വേർ ഫൗണ്ട് ടു ബി ഫ്രീ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച 40 ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കുറച്ച് എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒന്ന് പോയി ചെക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ അതിലും ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിരിക്കാം. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.